27 വർഷമായി അടഞ്ഞുകിടന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനിയായ പുനലൂർ പേപ്പർ മിൽ പുനർജനിക്കുന്നു. 1888 ബ്രിട്ടീഷ് വംശജനായ JH കാമറൂൺ സ്ഥാപിച്ചതാണ് പുനലൂർ പേപ്പർ മിൽ. 1931 A&F ഹാർവി പുനലൂർ പേപ്പർ മില്ലിനെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാക്കി മാറ്റി. തുടർന്ന് നിരവധി പ്രമുഖ വ്യവസായികളിലേക്ക് കമ്പനിയുടെ സാരഥ്യം കൈമാറ്റപ്പെട്ടു. 1000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പേപ്പർ മില്ലിൽ 3 ഫാക്ടറി യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. കേന്ദ്ര പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടുന്ന ഇല്ലൻ, കവർ കൂടാതെ ന്യൂസ് പ്രിന്റ്, റൈറ്റിംഗ്, ക്രാഫ്റ്റ് എന്നിവയ്ക്കുള്ള പേപ്പറുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. കല്ലടയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പുനലൂർ പേപ്പർ മിൽ 1940 സ്വന്തമായി നിർമ്മിച്ച ഹൈഡ്രോ ഇലക്ട്രിക്കൽ പദ്ധതിയിലൂടെയാണ് 30 വർഷക്കാലത്തോളം കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 1978 ന്യൂസ് പ്രിന്റ് ഫാക്ടറി യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് കമ്പനി സാമ്പത്തിക നഷ്ടത്തിലായി. വേതനം മുടങ്ങാതെ ലഭിക്കണമെന്നും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള തൊഴിലാളി സമരത്തെ തുടർന്ന് 1987 കമ്പനി പൂട്ടി. പിൻകാലത്ത് കമ്പനി പുനരാരംഭിക്കുന്നതിനായി ഗവൺമെന്റ് നിരവധി പ്രമുഖ വ്യവസായികളുമായും ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇപ്പോൾ പ്രദേശവാസികളായ വ്യവസായികളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹകരണത്തോടെയാണ് പുനലൂർ പേപ്പർ മിൽ കമ്പനിക്ക് പുനർജന്മം ലഭിക്കുന്നത്. ഞങ്ങൾ സ്ഥലവാസികളായ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഡാൽമിയയുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയും പുനരുദ്ധാരണത്തിനുള്ള മാർഗങ്ങൾ തേടി ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് പുനലൂർ പേപ്പർ മിൽ. ഘട്ടം ഘട്ടമായി 3 യൂണിറ്റുകളുടെയും പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി 1000-ഓളം തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ ലഭ്യമാകും. അതിനുള്ള പരിശ്രമത്തിലാണ് മാനേജ്മെന്റ്. ദൂരദർശനു വേണ്ടി കൊല്ലത്ത് നിന്നും AK സലീം.